ബിജെപിയുടെ മെഡിക്കൽ കോളേജിൽ 5 കോടി കൈപ്പറ്റിയ സതീഷ് നായർ കുമ്മനത്തിന്റെ ദില്ലി പിആർഒ. ഐബിയുടെ അന്വേഷണം കുമ്മനം രാജശേഖരനിലേക്കും നീളും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, പറയൂ. കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അഴിമതി കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചു. ആ സാഹചര്യത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ ഐബിയോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഐബി ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ എത്തിയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനിലാണ്. കുമ്മനം രാജശേഖരന്റെ ദില്ലിയിലെ ഔദ്യോഗിക പബ്ലിക് റിലേഷൻ ഓഫീസറാണ് സതീഷ് നായർ. ഈ സതീഷ് നായരാണ് ഹവാല പണം ഡൽഹിയിൽ കൈപ്പറ്റിയത്. 5 കോടി രൂപ, 60 ലക്ഷം രൂപ ഹവാല പണം ഇടപാടിന് സർവീസ് ചാർജായി നൽകി 5 കോടി രൂപ സതീഷ് നായർ കൈപ്പറ്റി. മറ്റാർക്കൊക്കെ ഡൽഹിയിൽ സതീഷ് നായർ ഇത് നൽകിയിട്ടുണ്ട്, കുമ്മനം രാജശേഖരന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടിലെ ബന്ധം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സതീഷ് നായർ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ബി.ജെ.പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയുമായുള്ള സ്വാധീനം ഉപയോഗിച്ച് സതീഷ് നായർ കേന്ദ്ര മന്ത്രിപദം തന്നെ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പും നടത്തിയിരിക്കുന്നതായി തെളിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ബിജു രമേശ്, കേരളത്തിൽ ബാർക്കോഴ അടക്കമുള്ള വെളിപ്പെടുത്തി ശ്രദ്ധേയനായ ബിജു രമേശിനെ കേന്ദ്രമന്ത്രിയാക്കണം എന്നൊരാവശ്യം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ സതീഷ് നായർ എത്തിച്ചിട്ടുണ്ട്. പ്രകാശാനന്ദ, പ്രത്യേകിച്ച് ശിവഗിരി മഠാധിപൻ പ്രകാശാനന്ദയും ബിജു രമേശുമായി ഒരു പ്രധാനമന്ത്രിയെ കാണാൻ അവസരമൊരുക്കി. തുടർന്ന് പ്രകാശാനന്ദ നൽകിയ ശിവഗിരി മഠത്തിന്റെ ലെറ്റർ പാഡിൽ ബിജു രമേശിനെ കേന്ദ്രമന്ത്രിയാക്കണം എന്നൊരാവശ്യം എഴുതി ചേർത്തിരുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ, കാരണം ഇത്തരമൊരു ആവശ്യം നേരത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് നൽകിയ സബ്ജക്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെങ്ങനെ കടന്നുകൂടി എന്നൊരു അന്വേഷണവും ഇപ്രാവശ്യം നടത്തുന്നുണ്ട്. അത്തരത്തിലും വലിയൊരു തുക ബിജു രമേശിൽ നിന്ന് സതീഷ് നായർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുമ്മനം രാജശേഖരനിലേക്ക് തന്നെയാണ് അന്വേഷണത്തിന്റെ വിരലുകൾ എത്തുന്നത്. സന്തോഷ്, ഈ സതീഷ് നായർ ഔദ്യോഗികമായ ചുമതലകൾ ഒന്നുമില്ലാതെയാണല്ലോ ദില്ലിയിൽ നിൽക്കുന്നത്. കുമ്മനം രാജശേഖരന്റെ പിആർഒ എന്നുള്ള നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണോ ഈ പറയുന്ന കോഴ വാങ്ങിക്കുകയും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്? സുരാജ്, ഇതുവരെ സതീഷ് നായർക്ക് സംഘടനയിൽ യാതൊരു തരത്തിലുള്ള സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണ് സംസ്ഥാന നേതാക്കൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ തന്നെ ഓഫീസ് വിപുലീകരിച്ചു. നിരവധി പേരെ മാധ്യമ ഉപദേഷ്ടാക്കൾ എന്നൊക്കെ പേരിലൊക്കെ നിയമിച്ചു. അതുകൂടാതെ ഡൽഹി അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന നിലയിൽ ആണ് സതീഷ് നായരെ നിയമിച്ചു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ മേൽവിലാസമാണ് സതീഷ് നായർക്ക് ഡൽഹിയിലുള്ളത്. അല്ലാതെ ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ 2014 മുതൽ വളരെ വ്യാപകമായി പ്രവർത്തിക്കുന്ന ആളാണ് സതീഷ് നായർ. അത്തരത്തിലുള്ള അഴിമതിയൊക്കെ നടത്തുന്ന ഒരാൾ. അങ്ങനെ ഒരാളെയാണ് ഡൽഹിയിലെ കാര്യങ്ങൾ നോക്കാനായി പിആർഒ എന്ന രീതിയിൽ കുമ്മനം രാജശേഖരൻ നിയമിച്ചത്. ആ ഒരു നിയമനം, ആ സ്ഥാനമാണ് ഔദ്യോഗികമായുള്ളത്. മറ്റൊന്ന്, ഈ കുമ്മനം രാജശേഖരനായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അധ്യക്ഷൻ. അവിടെ നിന്ന് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം അധ്യക്ഷനായി കുമ്മനം കണ്ടെത്തിയത് സ്വാമി അയ്യപ്പദാസിനെയായിരുന്നു. ഈ സ്വാമി അയ്യപ്പദാസ് സഹോദരനാണ് സതീഷ് നായർ. ഈ അത്തരത്തിലുള്ള ഒരു സംഘപരിവാർ നേതാക്കളുമായുള്ള വിപുലമായ ഒരു ബന്ധം സതീഷ് നായരുണ്ട്. അതും ഈ അഴിമതിക്ക് പിന്തുണ നൽകും. ശരി, സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബിജെപി കേരള ഘടകത്തെ പിടിച്ചുകുലുക്കിയ മെഡിക്കൽ കോളേജ് കോഴ ഇടപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും. കോഴയിൽ ഹവാല ബന്ധം സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം. കുമ്മനത്തിന്റെ ദില്ലിയിലെ പിആർഒ സതീഷ് നായരെ കുറിച്ച് ഐബി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഏത് വിധത്തിലാണ്? സ്വരാജ്, ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ സഹകരണ സെൽ കൺവീനർ കൂടിയായ RS വിനോദ് പെരുമ്പാവൂരിലെ ഒരു ഹവാല ഇടപാടുകാരൻ മുഖാന്തരം 5.6 കോടി രൂപ ദില്ലിയിൽ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പബ്ലിക് റിലേഷൻ ഓഫീസറായ സതീഷ് നായർക്ക് നൽകി എന്നാണ് കഴിഞ്ഞ ദിവസം ഐബി നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. തുടർന്ന് ഈ ഹവാല കമ്മീഷൻ ഒഴിവാക്കി 5 കോടി രൂപ ഈ സതീഷ് നായർ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ടില്ലെന്നും ഐബി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. അതിനാൽ ഈ 5 കോടി രൂപ സതീഷ് നായർ മറ്റേതെങ്കിലും നേതാക്കൾക്ക് കൈമാറിയിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിരുന്നോ എന്നത് സംബന്ധിച്ചാണ് ഇനി സംശയം നിലനിൽക്കുന്നത്. ഈ ഹവാല റാക്കറ്റുമായി സതീഷ് നായർക്ക് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ അധ്യക്ഷന്റെ പിആർഒയ്ക്ക് തന്നെ ഇത്തരം ഒരു ബന്ധമുള്ള സാഹചര്യത്തിലാണ് ഹവാല ഇടപാട്
ഇടപാടുകൾ സംബന്ധിച്ചുള്ള മുഴുവൻ അന്വേഷണങ്ങളും എൻഫോഴ്സ്മെന്റ് മുഖാന്തരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രമന്ത്രിമാരായ അനന്ത് കുമാർ, SS അലുവാലിയ തുടങ്ങിയ കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നുള്ള CPM MP-മാരോടൊക്കെ ഈ വിഷയം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അന്വേഷണത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന് കൂടി അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. സ്വരാജ്. ശരി, മനുശങ്കറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ബിജു രമേശ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബിജു രമേശ്, ഈ കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ദില്ലിയിലെ കുമ്മനം രാജശേഖരന്റെ PRO സതീഷ് നായരുമായിട്ട് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? താങ്കളെ പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്താനും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനും അവസരമുണ്ടാക്കി നൽകിയത് ഈ സതീഷ് നായർ ആണെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിലെ വസ്തുത? എനിക്ക് അതിനകത്ത് എനിക്കുള്ള എടുക്കാൻ പറയാം. മണിയെ എടുത്തു വെച്ചാൽ വന്നിട്ട് നോക്കിയിട്ട് എടുക്കാം. ശ്രീ ബിജു രമേശ് കേൾക്കാമോ? ഇല്ല, എന്റെ മറ്റേ ഇത് അവരുടെ എന്തൊക്കെ ഒറിജിനൽ ആണോ അതിലൊന്ന് മാർക്ക്. ശ്രീ ബിജു രമേശ് കേൾക്കുന്നുണ്ടോ? അതിൽ മാർക്ക് പണിക്കൂടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ബിജു രമേശുമായി സംസാരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണവും ഇത് സംബന്ധിച്ച് കേരളത്തിലെ മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ബിജു രമേശ് ടെലിഫോൺ ലൈനിൽ ലഭ്യമായിട്ടുണ്ട്. ശ്രീ ബിജു രമേശ്, ഈ അഴിമതി കഥകളിൽ പെട്ടിട്ടുള്ള സതീഷ് നായർ, കുമ്മനം രാജശേഖരന്റെ PRO ആയ സതീഷ് നായർ താങ്കളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് സഹായിച്ചു എന്നാണ് വാർത്തകൾ. എന്താണ് അതിലെ വസ്തുത? തികച്ചും കളവായിട്ടുള്ള വാർത്തയാണ്. ഞാനും സതീഷ് നായരും കൂടെ ഒരിക്കലും പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. ഇത് എങ്ങനെയാണ് മനോരമ ലേഖകൻ എങ്ങനെയാണ് അത് കണ്ടെത്തിയെന്ന് എനിക്കറിയത്തില്ല. ഇത്രമാത്രം വാർത്തകൾ വളച്ചൊടിച്ച് എഴുതുന്നതിനെ കുറിച്ച് അത് അദ്ദേഹത്തിന് പ്രത്യേക ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. അതുപോലെ ശിവഗിരി മഠാധിപതി ചെന്നാണ് കേന്ദ്രമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വിശ്വസിക്കുമോ? എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവില്ല. ശിവഗിരി മഠാധിപതിയും സതീഷ് നായരും കൂടി പ്രധാനമന്ത്രിയെ കാണാൻ പോയത് 4 വർഷം മുമ്പാണ്. അവര് ഡൽഹിയിൽ വെച്ച് കണ്ട് അദ്ദേഹത്തിന് കൂടെ വരുമോ എന്ന് ചോദിച്ചു. കൂടെ പോയി കണ്ടു. അതിന് ഞാൻ പോയിട്ടുമില്ല, കാണാനും ഈ വിവേകാനന്ദ സ്വാമിയുടെ കൂടെ പ്രധാനമന്ത്രിയെ കാണാനും പോയിട്ടില്ല. ഇല്ലാത്ത വാർത്തകൾ പറയുന്നത് വളരെ കഷ്ടമാണ്. സ്വാമിക്ക് ഡൽഹി കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തൊക്കെ ഞാനാണ്. അല്ലാതെ സ്വാമി ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഡൽഹി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ എനിക്ക് ദുബായിലേക്ക് പണ്ട് SFC മുരളി കൊണ്ടുപോകാൻ പോയിട്ട് എവിടെയുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഡൽഹി കാണണമെന്ന് പറയും. സ്വാമി ഡൽഹിയിൽ പോയത്. ശരി, ഈ സതീഷ് നായരുമായിട്ട് താങ്കൾക്ക് യഥാർത്ഥത്തിൽ പരിചയമുണ്ടോ? എനിക്ക് സതീഷ് നായർ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കുമ്മനത്തിനെ പരിചയമുണ്ട്, സതീഷ് നായരെ പരിചയമുണ്ട്, ഈ RS വിനോദിനെ പരിചയമുണ്ട്. ഇവരെല്ലാം പരിചയമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തുള്ളവരല്ലേ, അപ്പൊ ഇവരെല്ലാരും എനിക്ക് പരിചയമുണ്ട്. മലയാളികളാവുമ്പോൾ പരിചയമുണ്ട്. ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം കൊണ്ട് സൗഹൃദമോ വേറെ ഒരു ഡീലിങ്സോ ഒരു കാര്യം അതിനകത്തില്ല. വെറുതെ അനാവശ്യങ്ങൾ പറയുന്നതിന് അത് കേട്ടാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കണ്ട. നേരെ ചെന്ന് കേന്ദ്രമന്ത്രിയാക്കണമെന്ന്, എന്തായാലും പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് സഹായങ്ങൾ ലഭ്യമാകുന്നതിനുള്ള കാര്യങ്ങൾക്ക് ഇടനിലക്കാരനാവാൻ ഈ സതീഷ് നായർ പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത്. ഇവിടെ താങ്കളെ പറ്റി ഇത്തരം ഒരു വാർത്ത വരാനുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ എന്താണ്? എനിക്കറിയില്ല. അതാ ഞാൻ സ്വാമി ഡൽഹി പോയിട്ട് 4 വർഷം മുമ്പാണ് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തത്. ആ ഒരു കാര്യം ഒഴിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെയാ പോയിട്ടുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് പരിശോധിക്കാനുള്ളതുണ്ടല്ലോ. ആരൊക്കെയാ പ്രകാശാനന്ദ സ്വാമി കൂടെ അവിടെ കാണാൻ വന്നതെന്നുള്ള അവിടുത്തെ റെക്കോർഡ്സിലുണ്ട്. പരിശോധിക്കാം. അതിന്റെ സത്യാവസ്ഥ പുറത്തു പറയാം. ഇല്ലാത്ത വാർത്തകളാണ് ചിത്രീകരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും ഈ പറയപ്പെടുന്ന സതീഷ് നായരുമായിട്ട് വേറെ ഒരു ബന്ധമോ ഒരു റിലേഷൻഷിപ്പോ മറ്റൊരു ഡീലിങ്സോ ഒന്നുമില്ല. എനിക്ക് പരിചയമുണ്ട്. സതീഷ് നായരെ പരിചയമുണ്ട്, വിനോദിനെയും പരിചയമുണ്ട്. ഈ പറയപ്പെടുന്ന ശരി, ഈ കുമ്മനം രാജശേഖരനും സതീഷ് നായരുമായിട്ടുള്ള ഒരു അടുപ്പം എത്രത്തോളം നല്ല അടുപ്പമാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അവർ തമ്മിലുള്ളൊരു ബന്ധത്തിന്റെ ആഴത്തെപ്പറ്റി താങ്കൾക്ക് അറിവുണ്ടോ? അതിന്റെ ഒരു ബന്ധത്തിന്റെ ആഴങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഈ പറയപ്പെടുന്ന ഈ ഷാജി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ
അനന്തരവളുടെ ഭർത്താവാണ് ഈ ഷാജി. അപ്പൊ ഈ പറയപ്പെടുന്നവരെല്ലാം BJP ലോബിയുമായിട്ട് ബന്ധമുള്ളവരാണ്. ഈ SR മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുടെ അനന്തരവളുടെയാണ് ഈ SR മെഡിക്കൽ കോളേജ്. അപ്പൊ വേറെ ആരുടെ അല്ല, അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയുടെ മകളുടെയാണ് ഈ SR മെഡിക്കൽ കോളേജ്. അപ്പൊ അതിന്റെ ഡീലിംഗ്സ് നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അവരിതിന്റെ ഡീലിംഗ്സ് നടത്തുന്നത് BJPയുടെ NDA ഘടകകക്ഷിയായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരാണ് ഇതിന്റെ ഡീലിംഗ്സ് നടത്തിയിട്ട് ഇപ്പൊ അതിനെതിരെ സംസാരിക്കുന്നത് അവർ തന്നെയാണ്. അപ്പൊ ഇതിലൊക്കെ എന്റെ പേര് വലിച്ചഴിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ഈ സതീഷ് നായരുമായിട്ടൊരു ഡീലിന് പോയിട്ടുമില്ല, ഒരു ആവശ്യം പറഞ്ഞിട്ടുമില്ല. എനിക്ക് കേന്ദ്രമന്ത്രിയാവണം ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ സതീഷ് നായരെ താങ്കൾ പരിചയമുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഈ സതീഷ് നായരെ പരിചയപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം താങ്കൾ ഏതെങ്കിലും വിധത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഈ BJP നേതാക്കൾ വഴിയാണോ ഈ സതീഷ് നായരെ കണ്ടത്, അല്ല നേരിട്ട് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? എങ്ങനെയാണത്? സതീഷ് നായരെ ബ്രദർ രാജേഷിനെ എനിക്കറിയാം. രാജേഷിന്റെ കൂടെ ഒരു ദിവസം എന്നെ വർഷങ്ങൾക്ക് മുന്നേ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രാജേഷ് എന്നെ കാണാൻ വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ രാജേഷിന്റെ കൂടെ വന്നാണ് സതീഷ് നായരെ പരിചയപ്പെടുന്നത്. രാജേഷ് ഏതാണ്? ശ്രീ ബിജു രമേശ്, ഏതാണ് ഈ രാജേഷ്? ഏതാണ്? സതീഷിന്റെ ഒരു കസിൻ ബ്രദറാണ് രാജേഷ് നായർ. രാജേഷ് എന്നെ കാണാൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെ വന്നാണ് നെയ്യാറ്റിക്കലുള്ള രാജേഷ് എന്നെ വന്നാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ വിനോദും സതീഷ് നായരും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു പൂജ നടക്കുന്ന സമയത്ത് ഇവരെല്ലാം എല്ലാവരും കൂടെ അമ്പലത്തിൽ വന്നിരുന്നു. അങ്ങനെ സാധാരണ ഒരു സൗഹൃദം എന്നുള്ളതിൽ കവിഞ്ഞ് ക്ഷേത്രത്തിലുള്ള വരാറുണ്ട്, വരുമ്പോ വന്ന പൂജയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു റിലേഷൻ അല്ലാതെ രാഷ്ട്രീയപരമായ ബന്ധങ്ങളോ മറ്റു കൂട്ടുകെട്ടുകളോ ഇല്ല. അല്ല, ഇത് ഇവിടെ താങ്കളെ പോലുള്ള ഒരു വ്യവസായികൾക്ക് പല സഹായങ്ങളും വാഗ്ദാനം ചെയ്യാമെന്ന് പല ആളുകളും പറയും. അത്തരത്തിൽ ഈ സൗഹൃദ സംഭാഷണങ്ങളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായം ഈ സതീഷ് നായരോ ഈ പറയുന്ന രാജേഷോ എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരു ആവശ്യത്തിനും അവരോട് പോയിട്ടില്ല. അവർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഒരുപാട് ഫംഗ്ഷൻ നടക്കുന്നു വന്നിട്ടുണ്ട്, ഉത്സവത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് വരുമ്പോൾ നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് പോയിട്ടുണ്ടോ, വന്നു ഡൽഹിയിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകാറുള്ളേ കവിഞ്ഞ് ബാക്കിയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് എന്നോട് സംസാരിക്കാറുമില്ല. ഞാൻ അവരോട് ഒരു ഡീല് സംസാരിക്കാൻ പോയിട്ടുമില്ല. ശരി, ഈ കോഴ വിവാദം ആരോപണം ഇപ്പോൾ പുറത്തായ സാഹചര്യത്തിൽ ഈ സതീഷ് നായരെ കുറിച്ച് താങ്കൾ കൂടുതൽ എന്തെങ്കിലും അന്വേഷിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ വ്യക്തിപരമായി ഈ സൗഹൃദ അന്തരീക്ഷം ഉണ്ടെങ്കിൽ കൂടിയും ഈ കോഴ ആരോപണം വരുമ്പോൾ ഈ BJP നേതാക്കളുമായിട്ടൊക്കെ ഉള്ള അടുപ്പം അതേത് വിധത്തിലാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവിടെ IB അന്വേഷണം കുമ്മനം രാജശേഖരനിലേക്ക് തന്നെ നേരിട്ട് വരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അല്ല, ഇതിപ്പോ മനോരമ പറഞ്ഞിരിക്കുന്ന എന്നെ കേന്ദ്രമന്ത്രിയാക്കാൻ പോയതിൽ IB അന്വേഷണം നടന്നു എന്നല്ലേ പറയുന്നത്. അതിന്റെ റിപ്പോർട്ട് കൂടെ അവരൊന്ന് പുറത്തുവിട്ടിട്ട് വ്യാജമായ എന്തൊക്കെ ആവശ്യപ്പെട്ടുവെന്നും ഒക്കെയാണല്ലോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതുപോലെയുള്ള കഥകളാണ് പകുതി കൂടുതൽ കാര്യങ്ങൾ കെട്ടിച്ചമച്ചു വരുന്നത്. ഇപ്പൊ BJPയിലെ ഈ SR മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് BJPയെ പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ആളിനെ തേടിപ്പോണ്ടായിരുന്നു അവർക്കില്ല. അവരുടെ തന്നെ അതാ ഞാൻ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം അനന്തരവളുടെയാണ് ഈ പറയപ്പെടുന്ന മെഡിക്കൽ കോളേജ്. പിന്നെ ബാക്കി സതീഷ് നായരും ബാക്കിയുള്ളവരുടെയൊക്കെ പുറകെ ഓടേണ്ട കാര്യം അതിനകത്ത് വരുന്നില്ല. അവർക്ക് ഈ NDAയുടെ ഘടകകക്ഷിയായിരിക്കും അവർക്കില്ലാത്ത ബന്ധമല്ലല്ലോ ബാക്കിയുള്ളവർക്കുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ബിജു രമേശ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിന് തൊട്ടു പിന്നാലെ ചേരുന്ന BJP കോർ കമ്മിറ്റി പൂർത്തിയായി. യോഗത്തിൽ വൻ പൊട്ടിത്തെറി. അന്വേഷണ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ V മുരളീധരൻ പക്ഷത്തെ ഒരു നേതാവിന് പങ്കുണ്ടെന്ന് MT രമേശ് ആരോപിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിയായ ഈ നേതാവ് AK നസീറിന്റെ ഹോട്ടലിൽ വെച്ചാണ് റിപ്പോർട്ട് ചോർത്തി നൽകിയതെന്ന് MT രമേശ് പറഞ്ഞു. റിപ്പോർട്ട് ചോർന്ന സാഹചര്യത്തിൽ കുമ്മനത്തിന് തുടരാൻ അവകാശമില്ലെന്ന് മുരളീധര വിഭാഗം നിലപാടെടുത്തു. വാദപ്രതിവാദം രൂക്ഷമായതോടെ വിവാദത്തിന് പിന്നിൽ എത്ര ഉന്നതനായാലും തല ഉരുളുമെന്ന് കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകി. വിഭാഗീയത അവസാനിപ്പിച്ചില്ലെങ്കിൽ സംസ്ഥാന ഘടകം വരെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് കേന്ദ്ര നേതൃത്വത്തെ പ്രതിനിധീകരിക്കുന്ന BL സന്തോഷ് വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, വലിയ പൊട്ടിത്തെറിയാണോ ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്? പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഈ യോഗം അതായിരുന്നു പ്രധാനമായും ഈ യോഗത്തിന്റെ ചർച്ച എന്നാണോ മനസ്സിലാക്കുന്നത്? സുരാജ, കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് നേതാക്കൾ തമ്മിലുണ്ടായത്. പ്രത്യേകിച്ച് ഈ ഒരു കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ചോർന്നതായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. ഈ റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ കുമ്മനം രാജശേഖരന്റെ ഓഫീസിന് പങ്കുണ്ടെന്നും കുമ്മനം രാജശേഖരൻ അറിയാതെ ഈ റിപ്പോർട്ട് ചോരില്ല എന്നുമാണ് V മുരളീധര പക്ഷം ഉന്നയിച്ചത്. അതിന് എഗൻസ്റ്റായിട്ട് MT രമേശ് തന്നെ മറ്റൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ട് ചോർന്നത് AK നസീറിന്റെ അറിവോടെയാണ്. AK നസീറിന് ഈ റിപ്പോർട്ട് ഈ മുരളീധര പക്ഷത്തെ
പക്ഷത്തെ BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുരളീധര പക്ഷത്തെ ഒരു നേതാവിന് ചോർത്തി കൊടുക്കുകയും ആ നേതാവാണ് മറ്റ് മാധ്യമങ്ങൾക്ക് എത്തിക്കുന്ന തരത്തിൽ നടപടി സ്വീകരിച്ചതും എന്നും MT രമേശ് ആരോപിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. വി മുരളീധര പക്ഷം മറ്റൊരു ആരോപണം കുമ്മനത്തിനെതിരെ ഉന്നയിച്ചത് കുമ്മനത്തിന്റെ ഓഫീസിന് ഇതിന് വ്യക്തമായ പങ്കുണ്ട്, അത്തരം സാഹചര്യത്തിൽ എന്തിനാണ് ആ അധ്യക്ഷ പദവിയിൽ തുടരുന്നത് എന്നുള്ളതടക്കം വി മുരളീധര പക്ഷത്തെ നേതാക്കൾ ചോദിച്ചു. വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനുമാണ് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചോദിച്ചത്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഇതിനകത്തുണ്ടായപ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ നിലപാട് ശക്തമായ രീതിയിൽ താക്കീതായി തന്നെയാണ് BL സന്തോഷ് അവതരിപ്പിച്ചത്. ഏത് ഉന്നതനായാലും ഇതിന്റെ പിന്നിലുള്ളത് അവരുടെ തല ഉരുളുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം പറഞ്ഞത് ഈ വിഭാഗീയത ഇനി വെച്ച് പൊറിപ്പിക്കാനാവില്ല, കർശന നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടി വരും. സംസ്ഥാന കമ്മിറ്റി തന്നെ വേണ്ടെന്ന് വെക്കുന്ന തരത്തിലേക്കുള്ള നിലപാട്, പിരിച്ചുവിടുന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നും താക്കീത് നൽകുന്ന ഒരു നിലപാടാണ് സഹസെക്രട്ടറി കൂടിയായ RSSന്റെ പ്രചാരക കൂടിയായ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള കേന്ദ്രത്തിൽ നിന്ന് വന്ന BL സന്തോഷ് ഈ യോഗത്തിനകത്ത് നിലപാട് സ്വീകരിച്ചത്. ഈ നസീറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള പൊതുവെയുള്ള ഒരു ധാരണ കോർ കമ്മിറ്റി യോഗത്തിൽ വന്നു. കാരണം നസീർ മെയിൽ അയച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഹോട്ടലിലേക്കാണ്, അത് അവിടെ നിന്ന് ചോർന്നു എന്നുള്ളത് വന്നു. ഇത് വ്യക്തമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് കേന്ദ്ര നേതൃത്വവും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം, നടപടി ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. മറ്റ് നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചോർന്ന വിഷയത്തിലുള്ള ശക്തമായിട്ടുള്ള നിലപാടും അതോടൊപ്പം തന്നെ പുതിയൊരു അന്വേഷണം നടത്തണം എന്നുള്ളൊരു ആവശ്യകത നേതാക്കൾക്കിടയിൽ വന്നു. ഇതിനിടെ MT രമേശ് തനിക്കെതിരെ വന്ന ആരോപണത്തെക്കുറിച്ച് വളരെ രൂക്ഷമായി തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞത്. തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുന്നത്, തൻ്റെ പ്രവർത്തനത്തിൽ ഇവർക്ക് അതൃപ്തിയുണ്ട്, താൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ വിശ്വാസം, അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇത്തരം നേതാക്കൾ എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോർട്ട് ചോർത്തി നൽകിയതും തൻ്റെ പങ്ക് അതിലുണ്ട് എന്നുള്ള തരത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്താനായി മാധ്യമങ്ങളിലേക്ക് പോകുന്ന തരത്തിൽ നേതാക്കൾ തയ്യാറായതും എന്നുമുള്ള ആക്ഷേപം ഉന്നയിച്ചു. എന്നെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, എല്ലാ കുറ്റവും എൻ്റെ തലയിലാണ് ആരോപിക്കപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് MT രമേശ് യോഗത്തിനകത്ത് സംസാരിച്ചത്. പക്ഷേ ഇതെല്ലാം കേട്ടിരുന്നിട്ടും കേന്ദ്ര നേതാവ് കൂടിയായ BL സന്തോഷ് പറഞ്ഞത് ഇത് ശക്തമായിട്ടുള്ള നടപടിയെടുക്കേണ്ട കാര്യമാണ്, ഇതിനകത്ത് നിന്ന് നടപടിയെടുക്കാതെ കേന്ദ്ര നേതൃത്വത്തിന് പിൻവാങ്ങാൻ പറ്റത്തില്ല. ഈ നേതാക്കളെല്ലാം തന്നെ പരസ്പരം ആരോപണ പ്രത്യാരോപണം ഉന്നയിച്ച് ഗ്രൂപ്പ് പോര് ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാനാവുകയില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സമീപനമാണോ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്? നസീറിനെ പ്രതിയാക്കിക്കൊണ്ട് നസീറാണ് ഈ വാർത്താ ചോർത്തലിന് പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് MT രമേശിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള ഒരു ശ്രമമാണോ ഈ യോഗത്തിൽ നടന്നത്? തീർച്ചയായും അത്തരത്തിലുള്ളൊരു ശ്രമം തന്നെയാണ് ഈ യോഗത്തിനകത്തുണ്ടായത്. കാരണം ഇവർ ഈ കോഴ ആരോപണത്തെ ഒന്നും സ്പർശിക്കാതെ ഈ കോഴ ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതും ആ റിപ്പോർട്ട് ചോർന്നതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകൾ നടന്നത്. അതുകൊണ്ട് തന്നെ MT രമേശിനെ ആക്രമിക്കാനായി തയ്യാറായിട്ടില്ല, മറിച്ച് കുമ്മനം രാജശേഖരനെ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് മുരളീധര പക്ഷം ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ നിലപാടുകൾ സ്വീകരിച്ചത്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം തുടങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് ചില ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ, ജില്ലാ ഭാരവാഹികൾ പറഞ്ഞത് ഇത് പാർട്ടിക്ക് പ്രതിച്ഛായയ്ക്ക് മോശമുണ്ടാക്കിയിരിക്കുന്നു, പാർട്ടിയുടെ പ്രവർത്തനത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ കോഴ ആരോപണം. ഇതങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല, താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ആരോപണത്തിലെ വസ്തുത അറിയണം എന്നുള്ള ഒരു ആവശ്യകതയാണ് ജില്ലാ ഭാരവാഹികൾ ഇപ്പോൾ യോഗത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഈ കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനം കുമ്മനം രാജശേഖരൻ ഈ സമിതിയെ, ഈ യോഗത്തെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ പൊതുചർച്ച ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ കോർ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങൾ ഇതിനകത്ത് അറിയിക്കുകയും അതിനനുസരിച്ചായിരിക്കും ഇതിനകത്ത് തുടർ ചർച്ചകൾ വരികയും ചെയ്യുന്നത്. ഏതായാലും അഴിമതി എന്നുള്ളതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ യോഗങ്ങൾ അതുതന്നെ ഇത് ഈ കോർ കമ്മിറ്റി യോഗം വിഭാഗീയത മാത്രം ചർച്ച ചെയ്യുന്ന ഒരു യോഗമായി പരിണമിക്കുകയാണോ അവസാനം ചെയ്തത്? ഈ അഴിമതി കഥകളിലെ വസ്തുത എന്താണ് എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം അത് ഈ റിപ്പോർട്ട് ചോർത്തിയതാരാണ് എന്ന നിലയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നതിലേക്കാണോ ഈ യോഗം പോയത്? അങ്ങനെ സങ്കുചിതമായ ഒരു വിഷയത്തിലേക്ക് മാത്രമായി ഈ ചർച്ചയെ ചുരുക്കാനാണോ ഈ യോഗത്തിൽ ശ്രമമുണ്ടായത്?
തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ശ്രമം തന്നെയാണ് കോർ കമ്മിറ്റി യോഗത്തിനകത്ത് കണ്ടത്. കാരണം കുമ്മനം രാജശേഖരനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. കുമ്മനത്തിന്റെ ഓഫീസിൽ ഇതിനകത്ത് പങ്കുണ്ട്. കാരണം ഇത്തരത്തിൽ ഓഫീസ് അറിയാതെ ഈ റിപ്പോർട്ട് ചോർന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാനാവില്ല. AK നസീറിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്നുള്ള ആരോപണം മുരളീധര പക്ഷം ഉന്നയിച്ചപ്പോഴാണ് അതിനെതിരെ ഈ ഒരു MT രമേശ് ഇത്തരത്തിൽ മുരളീധര പക്ഷത്തെ ഒരു നേതാവിനും ഇതിനകത്ത് പങ്കുണ്ട് എന്ന തരത്തിൽ ആരോപണമായി വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുമ്മനം രാജശേഖരനെതിരെ ഇവർ ആഞ്ഞടിച്ചത് കുമ്മനം രാജശേഖരൻ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ആരും അറിയുന്നില്ല, കോർ കമ്മിറ്റിയിലൊന്നും ചർച്ച ചെയ്യുന്നില്ല, ചില ഉപജാപക സംഘം മാത്രമാണ് കുമ്മനത്തിന്റെ കീഴിലുള്ളത്, ഇവരെ തന്നെ പാർട്ടിയുടെ ശമ്പളം കൊടുത്തുകൊണ്ട് പാർട്ടിയുടെ പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് ഉപദേഷ്ടാവും എന്നുള്ള തരത്തിലൊക്കെ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് കുമ്മനം സ്വീകരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും കുമ്മനം കോർ കമ്മിറ്റിയിലൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഈ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് അതിന്റെ ഫലം തന്നെയാണ്, അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു. ശരി സുനിൽ, മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഈ RS വിനോദ് തന്നെ നേരെ പറയുകയുണ്ടായി, MT രമേശിന്റെ പേര് വലിച്ചിഴയ്ക്കാൻ ചിലർ ശ്രമം നടത്തുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ ഇത് ഏകപക്ഷീയമായ റിപ്പോർട്ടാണ് എന്ന് ഈ യോഗത്തിൽ വാദിക്കുകയും MT രമേശിനെ ഇതിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം തന്നെ എതിർപക്ഷം ഏത് വിധത്തിലാണ് ഇതിനെ വാദിക്കുന്നത്? MT രമേശിനെതിരെ മറ്റൊരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇത്തരം ആരോപണം വന്ന സാഹചര്യത്തിൽ അന്വേഷിക്കണമെന്നുള്ള നിലയിലുള്ള ഒരു ആവശ്യം ഏതെങ്കിലും തരത്തിൽ ഈ മുരളീധര പക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? സുരാജ്, മുരളീധര പക്ഷം ഇത്തരത്തിൽ കുമ്മനം രാജശേഖരനെതിരെ ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഇതിന് ഈ ഒരു കൃത്യമായിട്ടുള്ള ആരോപണം വന്ന പശ്ചാത്തലത്തിൽ തന്നെ MT രമേശിനെതിരെയുള്ള ആരോപണം അന്വേഷിക്കണമെന്നുള്ളൊരു ആവശ്യകത ഇതിനകത്ത് നേതാക്കൾ പറഞ്ഞിരുന്നു. അതിനെല്ലാം കൂടെ മറുപടിയായിട്ട് യോഗത്തിൽ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണ കമ്മീഷനെ നമുക്ക് നിയോഗിക്കാം, അത് കേന്ദ്രത്തിൻ്റെ തന്നെ നിർദ്ദേശം വരട്ടെ, കേന്ദ്രത്തിൻ്റെ കൂടെ അനുമതിയോടുകൂടി തന്നെ അത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ആ അന്വേഷണ കമ്മീഷൻ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തട്ടെ, അതനുസരിച്ച് നടപടി സ്വീകരിക്കാം എന്ന് ഉള്ള രീതിയിൽ തന്നെ ഇത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് MT രമേശിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് കാണാൻ സാധിച്ചത്. അതിന് ഈ ഒരു യോഗത്തിനകത്ത് വലിയ രീതിയിൽ പിന്നെ കാര്യങ്ങൾ സംസാരിക്കാതെ മുരളീധര പക്ഷം നിലപാട് കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുരളീധര പക്ഷത്തിന് ഈ MT രമേശിനെ നടപടി സ്വീകരിക്കണം എന്നതിനോടൊപ്പം തന്നെ കുമ്മനം രാജശേഖരനെതിരെ ആരോപണങ്ങളും കുമ്മനം രാജശേഖരനെ ആക്രമിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളത് കൃത്യമായ ടാർഗറ്റാണ്. അതനുസരിച്ചുള്ള നിലപാടുകൾ തന്നെയാണ് അവർ യോഗത്തിനകത്ത് സ്വീകരിച്ചത്. വ്യക്തമായിട്ടുള്ള അഴിമതി സംബന്ധിച്ച റിപ്പോർട്ട്, അഴിമതി എന്താണ്, അഴിമതി നടന്നിട്ടുണ്ട്, അതിലുള്ള ഇടപെടൽ, ഇതൊന്നും സംബന്ധിച്ചൊന്നും തന്നെ യോഗത്തിനകത്ത് ചർച്ച വന്നില്ല എന്നുള്ളതാണ്. അത് ഇനി ഈ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗത്തിനകത്ത് ആരെങ്കിലും ഉന്നയിക്കണമെങ്കിൽ മാത്രം അത് ചർച്ചയ്ക്ക് വരും. എങ്കിൽ പോലും കോർ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ഇവിടെ നടപ്പാവുക. ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന തരത്തിൽ വാർത്താസമ്മേളനവും വൈകുന്നേരം 3:30 കുമ്മനം രാജശേഖരൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചതും. കോഴിക്കോട്ട് നടന്ന BJP ദേശീയ നിർവാഹക സമിതി നടത്തിപ്പിലെ കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത്. വ്യാജ രസീത് അച്ചടിച്ചാണ് ദേശീയ നിർവാഹക സമിതി നടത്തിപ്പിനുള്ള ധനസമാഹരണം നടത്തിയത്. സംസ്ഥാന സമിതി അംഗം M മോഹനന്റെ നിർദ്ദേശപ്രകാരം വടകരയിലെ പ്രസിലാണ് വ്യാജ രസീത് അച്ചടിച്ചത്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, പറയൂ. സുരാജ്, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23, 24, 25 തീയതികളിലാണ് കോഴിക്കോട്ട് BJP ദേശീയ കൗൺസിൽ യോഗം നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പങ്കെടുത്ത യോഗമാണിത്. ഈ ദേശീയ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്തെ പ്രമുഖരായ ചില നേതാക്കൾ വ്യാജ രസീത് ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ചത്. വടകരയിലെ പ്രസിൽ നിന്നാണ് വ്യാജ രസീത് അച്ചടിച്ചത്. സംസ്ഥാന സമിതി അംഗം M മോഹനാണ് ഇത്തരത്തിൽ രസീതി അടിക്കാൻ നിർദ്ദേശം നൽകിയതെന്നും വ്യക്തമായിട്ടുണ്ട്. PK കൃഷ്ണദാസ്, MT രമേശ് തുടങ്ങിയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് മോഹനൻ. ദേശീയ കൗൺസിൽ സംഘാടക സമിതിയിൽ സാമ്പത്തിക കാര്യ ചുമതല ഉണ്ടായിരുന്നത് BJPയുടെ ദേശീയ നേതാവായ VL സന്തോഷ്, അതുപോലെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ എന്നിവർക്കായിരുന്നു. ഇരു നേതാക്കളോടും ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയതായാണ് സൂചന. വ്യാജ രസീത് ഉപയോഗിച്ചുള്ള പിരിവ് സംബന്ധിച്ച് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി B ഗോപാലകൃഷ്ണനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചെങ്കിലും ആരോപണം ഒതുക്കി തീർത്തുവെന്നാണ് BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. ഇതിനെ തുടർന്നാണ് ജില്ലയിലെ നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത്. കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാപാരികളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ റെസീറ്റ് ഉപയോഗിച്ചുകൊണ്ട് 10,000 മുതൽ 50,000 രൂപ വരെയാണ് ഈ സംഘം പിരിച്ചെടുത്തിരിക്കുന്നത്.
സുരാജ്. ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകുമെന്ന സൂചന കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ടോ? സുരാജ്, ഇത് സംബന്ധിച്ച് ഈ ദേശീയ കൗൺസിൽ യോഗം സെപ്റ്റംബറിൽ കഴിഞ്ഞ് ഒക്ടോബർ ആദ്യ വാരത്തെ തന്നെ ഇത് സംബന്ധിച്ച പരാതികൾ ഉയർന്നു വന്നിരുന്നു. അന്ന് ഇത് വാർത്തയായതുമാണ്. എന്നാൽ ഈ വ്യാജ റെസീറ്റിന്റെ കോപ്പി കഴിഞ്ഞ ദിവസം മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് ആണ് പുറത്തു വന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾ പോലും ഇത്തരത്തിൽ കേന്ദ്രം വളരെ ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞത്. നേരത്തെയുള്ള മെഡിക്കൽ കോളേജ് കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJP സംസ്ഥാന നേതൃത്വം വലിയ പ്രതിസന്ധിയിൽ ഉള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ദേശീയ കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനെ സംബന്ധിച്ചും അന്വേഷണം നടത്താൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള നടപടി വരും എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും കേന്ദ്ര നേതൃത്വം ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. സുരാജ്, ഇക്കാര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ BJP നേതൃത്വത്തിൽ വലിയ വിഭാഗീയ പ്രവണതകളുടെ സൂചന നൽകുകയാണോ ഈ അഴിമതി കഥകൾ പുറത്തു വരുന്നതോടെ? സുരാജ്, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലും ഏതാണ്ട് എല്ലാ ജില്ലാ നേതൃത്വങ്ങളിലും വലിയ രീതിയിലുള്ള വിഭാഗീയത തന്നെയാണുള്ളത്. വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗവും മറുഭാഗത്ത് PK കൃഷ്ണദാസിന്റെയും MT രമേശിന്റെയും നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവും എന്ന രീതിയിലാണ് ഈ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങൾ. ഇതിൽ കുമ്മനവും PK കൃഷ്ണദാസ് MT രമേശ് വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്ന ഒരു പ്രചരണമുണ്ട്. ഏതാണ്ട് ഇതിന് സമാനമായിട്ട് തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും. കോഴിക്കോടാണ് വി മുരളീധരന്റെയും K സുരേന്ദ്രന്റെയും ആസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞ കമ്മിറ്റി, അതായത് കഴിഞ്ഞ BJPയുടെ ജില്ലാ കമ്മിറ്റി മുരളീധരന്റെയും സുരേന്ദ്രന്റെയും കയ്യിലായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ജില്ലാ നേതൃത്വം പൂർണ്ണമായും കൃഷ്ണദാസ് വിഭാഗത്തിന്റെ കൂടിയാണുള്ളത്. ഈ ഘട്ടത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ദേശീയ കൗൺസിൽ യോഗം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വി മുരളീധരന്റെ നേതൃത്വത്തിലായിരുന്നു സാമ്പത്തിക കാര്യത്തിന്റെ ചുമതല ഉണ്ടായിരുന്നെങ്കിലും ഈ വ്യാജ റെസീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പിരിവ് നടത്തിയിരിക്കുന്നത് കൃഷ്ണദാസിന്റെ അടുപ്പക്കാരനായ മോഹനാണ്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഈ ജില്ലയിലെ നേതാക്കൾക്കിടയിൽ വലിയ ചേരിതിരിവാണുള്ളത്. ഏത് രണ്ട് വിഭാഗവും ഇത്തരത്തിൽ പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സുരാജ്, ശരി. PV കുട്ടനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ വിജിലൻസ് 2 BJP നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. KP ശ്രീശൻ, AK നസീർ എന്നിവർക്കാണ് വിജിലൻസ് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയെയും വിജിലൻസ് ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. AK ലതീഷ് വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. മെഡിക്കൽ കോളേജ് കോഴയിൽ വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നുവെന്ന ഇപ്പോൾ S ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ജീവൻ, എന്താണ് വിവരങ്ങൾ? വളരെ പെട്ടെന്ന് തന്നെയാണ് വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന് പറയേണ്ടതായി വരും. ഇന്ന് രാവിലെയോടുകൂടി പരാതിക്കാരനായ AJ സുക്കാർണോയിൽ നിന്നും വിജിലൻസ് സംഘം രാവിലെ മെഡിക്കൽ കോഴ ആരോപണത്തിൽ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയിൽ ഇത്തരത്തിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ കൂടി ഈ കാര്യത്തിൽ പങ്കുള്ളതിനാൽ സർക്കാരിന്റെ അഴിമതി നിരോധന നിയമപ്രകാരം ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നതാണ് പ്രധാനമായും AJ സുക്കാർണോ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാന ഇടനിലക്കാരനായ വിനോദ്, അതോടൊപ്പം കണ്ണദാസൻ എന്നിവർ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന സർക്കാരിന്റെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ആളുകളാണ്. AJ വിനോദ്, RS വിനോദ് ഇത്തരത്തിൽ ഒരു സഹകരണ ബാങ്കിലെ പ്രസിഡന്റാണ്. അതോടൊപ്പം കണ്ണദാസൻ MP റിച്ചാർഡ് ഹേയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ പിടിച്ചെടുക്കാനാണ് വിജിലൻസ് AJ സുക്കാർണോയുടെ മൊഴി നൽകിയത്. അതോടുകൂടി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇപ്പോൾ ഇവർ അന്വേഷണ സംഘാംഗങ്ങളായ AK നസീർ, KP ശ്രീശൻ എന്നിവർക്ക് നോട്ടീസ് ഇപ്പോൾ വിജിലൻസ് നൽകിയിരിക്കുന്നത്. അവരുള്ള സ്ഥലത്തേക്ക് BJP സംസ്ഥാന കാര്യാലയത്തിലേക്കായിരിക്കും ഒരുപക്ഷെ നോട്ടീസ് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ മെഡിക്കൽ കോഴ കൊടുത്തു എന്ന് പറയുന്ന ഷാജിയിൽ നിന്നും മൊഴിയെടുക്കുന്നതിനായി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് KP ശ്രീശനെയും അതോടൊപ്പം AK നസീറിനെയും ചോദ്യം ചെയ്യാനായി വിജിലൻസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച ഹാജരാകുന്നതിനാണ് ഇരുവർക്കും ഇപ്പോൾ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2ന്റെ SP ജയകുമാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സുരാജ്, ഇതിൽ ഏത് വിധത്തിലാണ് വിജിലൻസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുക്കൾ നീക്കുന്നത്? ഇവിടെ ഈ കോഴ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഷാജിയുടെ പരാതി ഇല്ല, പുറത്തു നിന്നൊരാളാണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഷാജി കൈക്കൂലി നൽകി എന്ന് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് തെളിവായി വെച്ചുകൊണ്ട്
അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനാണോ വിജിലൻസ് പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നത്? പ്രാഥമികമായി ഈ കാര്യത്തിൽ നിലവിൽ ഇന്ന് രാവിലെ വിജിലൻസ് സംഘത്തിൽ മൊഴി നൽകിയ AJ സുക്കാർണോ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പരാതിയുടെ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പരാതിയുടെ കോപ്പി ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്ത കോപ്പി അദ്ദേഹം വിജിലൻസ് സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. 8 പേജുകളുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അദ്ദേഹം വിജിലൻസ് സംഘത്തിന് കൈമാറിയത്. കൈമാറിയ കാര്യത്തിൽ പ്രധാനമായും 6 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഒന്ന്, ഹവാല പണം ഇതിന്റെ അകത്ത് ഇടപാട് നടന്നതായി BJPയുടെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷണ സംഘം സഞ്ചരിച്ചു എന്ന് പറയപ്പെടുന്ന ചാർട്ടേഡ് വിമാനം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് ദില്ലിയിലേക്ക് പോയത്. അതിനാൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ പോയതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ CCTV ശേഖരിക്കണമെന്ന് അദ്ദേഹം മൊഴിയുടെ ഭാഗമായി പറയുന്നുണ്ട്. 2, അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന MPയുടെ പ്രൈവറ്റ് സെക്രട്ടറി, അതോടൊപ്പം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അഴിമതി നിരോധനത്തിന്റെ പരിധിയിൽ വരുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് അവ അന്വേഷിക്കണം. ഇതോടൊപ്പം ഇങ്ങനെ ഒരു അഴിമതി നടന്നതായി BJP തന്നെ കണ്ടെത്തിയിട്ടും അത് ഔദ്യോഗികമായി അറിയിക്കുന്നതിനായി വിജിലൻസിനെ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. അതിനാൽ അവരുടെ പേരിലും അഴിമതി നിരോധന കുറ്റം ചുമത്തണമെന്നതാണ് പറയുന്നത്. പരാതിക്കാരനായ ഷാജിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും അതോടൊപ്പം KP ശ്രീശനെയും AK നസീറിനെയും ചോദ്യം ചെയ്യുന്നതിനാണ് ഇപ്പോൾ വിജിലൻസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇരുവരുടെയും മെയിൽ അടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇവരുടെ ചോദ്യം ചെയ്യലിനോടൊപ്പം തന്നെ ഇവരുടെ മെയിൽ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനായി വിജിലൻസ് സംഘം തീരുമാനിക്കും. അതുകൊണ്ട് ഇവരുടെ മെയിൽ ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ, പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അത് തന്ന് ഇത് മെയിലിൽ നിന്നും ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വിജിലൻസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം 2 ദിവസങ്ങൾക്ക് മുമ്പ് അഴിമതി ആരോപണം വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു പരാതി വരുന്നു. ആ പരാതിയിൽ വളരെ വേഗം വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിനായി ഓർഡർ ചെയ്യുന്നു. ആ ഓർഡർ ചെയ്ത് അതിന്റെ വളരെ തൊട്ടടുത്ത ദിവസം തന്നെ പരാതിക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ആരോപണ വിധേയരായ 2 അന്വേഷണ സംഘാംഗങ്ങളെ ചോദ്യം ചെയ്യാനും വിജിലൻസ് അത് തന്നെയാണ് ജീവൻ. ഇവിടെ പ്രാഥമികമായി വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണോ? ഈ കോഴ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഷാജിയെ, പരാതിക്കാരനായ ഷാജിയെ ആദ്യം ചോദ്യം ചെയ്യുക, അതേ തുടർന്ന് ഈ കോഴ ആരോപണം അന്വേഷിച്ച പാർട്ടിയിലെ കമ്മീഷൻ അംഗങ്ങളെ ചോദ്യം ചെയ്യുക, അതിനുശേഷം ഈ കോഴ ആരോപണത്തിൽ പെട്ടിട്ടുള്ള നേതാക്കളെ ചോദ്യം ചെയ്യാനാണോ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്? ഷാജിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയും മറ്റു 2 പേരെയും ചോദ്യം ചെയ്യുക എന്ന ഒരു നിലപാടിലേക്കാണ്. അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ആവശ്യമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമായി വരും എന്നതാണ് വിജിലൻസിന്റെ നിലപാട്. വിജിലൻസ് സംഘം അല്പസമയത്തിന് മുമ്പ് ഒരു ചെറിയ യോഗം ഈ കാര്യത്തിൽ ചേർന്നിരുന്നു. പ്രാഥമികമായി ലഭിച്ച പരാതി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്നതാണ് വിജിലൻസിന്റെ നിലപാട്. പ്രത്യേകിച്ച് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഇൻവോൾവ് ആയ കേസായതിനാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നതിന് മറ്റ് നിയമപരമായ തടസ്സങ്ങളില്ല എന്നതാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായ ഒരു നിയമപരമായ വിലയിരുത്തൽ. അത് അന്വേഷണ സംഘാംഗങ്ങൾ പൊതുവിൽ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇരുവരെയും ചോദ്യം ചെയ്യാനും ഷാജിയിൽ നിന്ന് മൊഴിയെടുക്കാനും വിജിലൻസ് സംഘം തീരുമാനിച്ചിരിക്കുന്നതോടുകൂടി BJP കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടതായി വരും. സുരാജ്. ശരി, S ജീവൻകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 2 BJP നേതാക്കൾക്ക് വിജിലൻസ് നോട്ടീസ് അയച്ചു. അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വിജിലൻസ്. ആദ്യഘട്ടത്തിൽ ഷാജിയുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം ചോദ്യം ചെയ്യാനായി ഈ 2 നേതാക്കൾക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് വിജിലൻസ്. കോഴിക്കോട് RECയിൽ സ്പിരിറ്റ് കഴിച്ച് 2 പേർ മരിച്ചു. മലയങ്കര AKG കോളനിയിലെ ബാലൻ, സന്ദീപ് എന്നിവരാണ് മരിച്ചത്. ഇയാളുടെ കൂടെ സ്പിരിറ്റ് കഴിച്ച മറ്റ് 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ലതീഷ് AK ചേരുന്നു. ലതീഷ്, എന്താണ് പുതിയ വിവരം? സ്വരാജ്, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവരെ 3 പേരെ എത്തിച്ചത്. ആദ്യം എത്തിച്ചത് ബാലനെയും അതേപോലെ തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് മരിച്ച സന്ദീപിനെയും ചെക്കൂട്ടി എന്ന് പറയുന്ന ഒരാളെയുമായിരുന്നു ആദ്യം
മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീടാണ് ഇവർക്കൊപ്പം മദ്യപിച്ചു എന്ന് പറയപ്പെടുന്ന മറ്റു 3 പേരെ പോലീസ് അവർ ഇന്ന് ജോലി ചെയ്യാൻ പോയ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അവർ കാര്യമായ അളവിൽ കഴിക്കാത്തതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവർ 6 പേരും ചേർന്ന് സന്ദീപ് ആശുപത്രി ജീവനക്കാരനാണ്. ആശുപത്രി ജീവനക്കാരനായ സന്ദീപ് ആശുപത്രിയിൽ നിന്ന് എത്തിച്ച സ്പിരിറ്റ് ഇവർ കലർത്തി വെള്ളത്തിൽ കലർത്തി കഴിക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസം ഈ 3 പേർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബാലൻ, സന്ദീപ്, ചെക്കൂട്ടി എന്നീ 3 പേർക്ക് ശാരീരിക അവശതകൾ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് അതിൽ ബാലൻ്റെ നില ഗുരുതരമായതോടെയാണ് അവർ 3 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ ബാലൻ മരിച്ചു. 54 വയസ്സാണ് ബാലൻ്റെ പ്രായം. ഇപ്പോൾ സന്ദീപ് അല്പസമയം 38-കാരനായ സന്ദീപ് സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ഇദ്ദേഹമാണ് സ്പിരിറ്റ് ആശുപത്രിയിൽ നിന്നും എത്തിച്ചത്. ഇദ്ദേഹം അല്പസമയം മുമ്പാണ് ഇപ്പോൾ മരിച്ചത്. ഇപ്പോൾ നാം നിൽക്കുന്നത് കോഴിക്കോട് മോർച്ചറിക്ക് സമീപമാണ്. ഇപ്പോൾ ബാലൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റ് ഒരാളായ ചെക്കൂട്ടിയുടെ നിലയും അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് 3 പേരായ ഹരിദാസൻ, വേലായുധൻ, സുരേഷ് എന്നിവർക്ക് കാര്യമായ യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇവർക്കൊപ്പം മദ്യപിച്ചു എന്ന കാരണം കൊണ്ടാണ് ഇവരെ പോലീസ് അവർ ഇന്ന് ജോലിക്ക് പോയ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവരുടെ പരിശോധനയിൽ അങ്ങനെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതകളോ ബുദ്ധിമുട്ടോ ഇല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇതിൽ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ അളവിൽ കൂടുതൽ മദ്യം ഈ സ്പിരിറ്റ് കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതെന്നാണോ മനസ്സിലാക്കുന്നത്? ഈ കൂടെ മദ്യപിച്ച ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത്തരം ഒരു പ്രശ്നമാണോ സംഭവിച്ചത്? തീർച്ചയായും അത്തരം ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും അതേപോലെ തന്നെ എക്സൈസ് അധികൃതരിൽ നിന്നും എല്ലാം ലഭിക്കുന്ന വിവരം. കൂടിയ അളവിൽ സ്പിരിറ്റ് ശരീരത്തിലെത്തിയ ആളുകൾ 3 പേർക്കാണ് ശാരീരിക അവശത അനുഭവപ്പെടുകയും അതിൽ 2 പേരാണ് ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ട് രാത്രിയാണ് ഇവർ ഈ സ്പിരിറ്റ് കഴിക്കുന്നത്. 2 ദിവസത്തിന് ശേഷം ഇന്ന് രാവിലെ ബാലനും അല്പസമയം മുമ്പ് സന്ദീപും മരിക്കുന്നത്. ഇവരുടെ ശരീരത്തിൽ കൂടിയ അളവിൽ ഇതെത്തിയതാകാം ഇവരുടെ മരണകാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആശുപത്രി അധികൃതരും നൽകുന്ന വിശദീകരണവും ഇതുതന്നെയാണ്. എന്നാൽ മറ്റു 3 പേർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരുടെ മൊഴി ആശുപത്രിയിൽ എത്തിയ ശേഷം പോലീസിനോട് ഇവർ പറഞ്ഞു തങ്ങൾക്കൊപ്പം മറ്റു 3 പേർ കൂടി ഇത്തരത്തിൽ സ്പിരിറ്റ് കഴിച്ചിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു 3 പേരെ കൂടി പോലീസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ചെക്കൂട്ടി ചികിത്സയിലാണ്. മറ്റു 3 പേർ ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടില്ല. അവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കഴിയുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? പോലീസ് പ്രാഥമികമായി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഇവർ മദ്യപിച്ചു എന്ന് പറയുന്ന ആളൊഴിഞ്ഞ വീടും പരിസരവും പോലീസ് ഇതിനകം തന്നെ സീൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അല്പസമയം മുമ്പ് പോലീസ് മോർച്ചറിയിലെത്തി ബാലൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ കുന്ദമംഗലം പോലീസ് നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന മറ്റ് ആളുകളിൽ നിന്നും പോലീസ് ഇതിനകം തന്നെ മൊഴി രേഖപ്പെടുത്തിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ആണല്ലോ ഇവർ കഴിച്ചു എന്ന് പറയപ്പെടുന്നത്. അതേ സംബന്ധിച്ച ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ലതീഷ്? ഈ ആശുപത്രിയിൽ നിന്നും എങ്ങനെയാണ് ഇവർക്ക് ഈ സ്പിരിറ്റ് ലഭിച്ചത് എന്നത് സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ വരുന്നുണ്ടോ? സ്വരാജ് ആശുപത്രി ജീവനക്കാരനായ സന്ദീപ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനായ സന്ദീപ് ആണ് ഈ സ്പിരിറ്റ് ഈ പറയുന്ന മലയമ്മ AKG നഗർ കോളനിയിൽ എത്തിക്കുന്നത്. ഒരു കിണർ വൃത്തിയാക്കുന്ന ഒരു ജോലി കഴിഞ്ഞ ശേഷം ഇവർ 6 പേരും ചേർന്ന് ഇത് കഴിക്കുകയായിരുന്നു എന്നാണ് ഈ ആളുകൾ തന്നെ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ പ്രദേശവാസികളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും സന്ദീപ് എത്തിച്ച സ്പിരിറ്റ് ഇവർ കഴിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ശാരീരിക അവശത അനുഭവപ്പെടുകയും അതിൽ 3 പേർക്ക് കാര്യമായ അസ്വസ്ഥത അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇവരെ ഈ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഗുരുതരാവസ്ഥയിൽ ഇവരെ 2 പേരെ കൊണ്ടുവരുന്നത്. ഒപ്പം ചെക്കൂട്ടിയെയും 3 പേരെ ആദ്യം എത്തിക്കുന്നത്. അവരിൽ നിന്നും പോലീസ് ശേഖരിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കൊപ്പം സ്പിരിറ്റ് കഴിച്ച മറ്റു 3 പേരെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. AK ലതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 2 പേർ സ്പിരിറ്റ് കഴിച്ച് മരിച്ചു എന്ന വാർത്തയാണ് നൽകിയത്. വിവാഹാഭ്യർത്ഥന നിഷേധിച്ചതിനെ തുടർന്ന് അയൽവാസി പെട്രോൾ ഒഴിച്ച് കത്തിച്ച
പെൺകുട്ടി മരിച്ചു. കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. 2 ദിവസം മുൻപാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. സംഭവത്തിൽ കടമനിട്ട സ്വദേശി സജിലിനെ പോലീസ് പിടികൂടിയിരുന്നു. 60% പൊള്ളലേറ്റ സജിലിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഖത്തറിന്റെ തീവ്രവാദ വിരുദ്ധ നിലപാടിനെ UAE അനുമോദിച്ചു. ഖത്തറിനോടുള്ള UAEയുടെ ഉപരോധത്തിൽ ഇളവ്. അതേസമയം സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ അയൽ ഗൾഫ് രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വ്യക്തമാക്കി. ടെലിവിഷനിലൂടെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഖത്തർ അമീർ. കഴിഞ്ഞ ദിവസം ഖത്തർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച തീവ്രവാദ വിരുദ്ധ നിയമനിർമ്മാണം സ്വാഗതാർഹമെന്ന് UAE വിദേശകാര്യമന്ത്രി ഡോക്ടർ അൻവർ ഗർഗാഷ് അഭിപ്രായപ്പെട്ടു. അതേസമയം തീവ്രവാദ നിലപാട് സംബന്ധിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി തുറന്ന സംഭാഷണത്തിന് തയ്യാറാണെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പ്രഖ്യാപിച്ചു. ഖത്തറും UAEയും ഇപ്പോൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഖത്തർ പ്രശ്നത്തിൽ മഞ്ഞൊരുങ്ങുന്നതിന് സഹായകരമാവുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഖത്തറും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള പ്രശ്നത്തിൽ അനുരഞ്ജനത്തിന് തുറന്ന മനസ്സാണുള്ളതെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂൺ 5-ാം തീയതിയാണ് ഖത്തറിന്റെ തീവ്രവാദ നിലപാടിൽ പ്രതിഷേധിച്ച് UAE, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് വാണിജ്യ, വ്യോമയാന, ഗതാഗത മേഖലകളിൽ ഉപരോധം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദുബായ്. ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം ആഹാരയോഗ്യമല്ലെന്ന് CAG റിപ്പോർട്ട്. ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 70 റെയിൽവേ സ്റ്റേഷനുകളിലും 84 ട്രെയിനുകളിലും പരിശോധന നടത്തിയാണ് CAG റിപ്പോർട്ട് തയ്യാറാക്കിയത്. വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും ഭക്ഷണം വിതരണം ചെയ്യുന്ന യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ടാപ്പിൽ നിന്നും ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ചാണ് ശീതളപാനീയങ്ങളും മറ്റും തയ്യാറാക്കുന്നത്. വിൽപ്പന നടത്തുന്ന ആഹാര സാധനങ്ങൾ ശരിയായി മൂടിവെക്കാത്തതുകൊണ്ട് എലിക്കും പാറ്റയ്ക്കും വന്നിരിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. ഭക്ഷണത്തിന്റെ അളവിലും കൃത്രിമം നടക്കുന്നു. ഒട്ടുമിക്കയിടങ്ങളിലും അംഗീകാരമില്ലാത്ത കമ്പനികളുടെ കുപ്പിവെള്ളമാണ് വിൽപ്പന നടത്തുന്നത്. വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് യാത്രക്കാർക്ക് ബില്ല് നൽകാറില്ലെന്നും CAG കണ്ടെത്തി. ഭക്ഷണം തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ 7 റെയിൽവേ സോണുകൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. ഗ്യാസ് അടുപ്പിൽ നിന്നും ഇലക്ട്രിക് സംവിധാനത്തിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും പുതുതായി നിർമ്മിക്കുന്ന പാൻട്രി കാറുകളിൽ പോലും അതിനുള്ള സംവിധാനം ഒരുക്കുന്നില്ലെന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയ്ക്ക് പിന്നാലെ ജൂനിയർ അഡ്വക്കേറ്റ് രാജു ജോസഫും പ്രതിയായേക്കും. താൻ കൈമാറിയ നിർണായക തെളിവായ മൊബൈൽ ഫോൺ രാജു ജോസഫ് നശിപ്പിച്ചുവെന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ മൊഴി സത്യമായാൽ പ്രതിയാക്കാനാണ് തീരുമാനം. എന്നാൽ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഫോണിനു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി മറ്റന്നാൾ വിധി പറയും. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ രാജു ജോസഫിന് കൈമാറിയെന്നും രാജു ജോസഫ് ഇത് നശിപ്പിച്ചു കളഞ്ഞുവെന്നും പ്രതീഷ് ചാക്കോ മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യവെയാണ് പ്രതീഷ് ചാക്കോ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രാജു ജോസഫിനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഉടൻ തീരുമാനമെടുക്കും. എന്നാൽ ഇക്കാര്യം അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പൾസർ സുനി തന്റെ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോയ്ക്ക് കൈമാറിയ മൊബൈൽ ഫോൺ പിന്നീട് ദിലീപിന് നൽകിയെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നു വരുന്നുണ്ട്. ദിലീപിനല്ലാതെ മറ്റാർക്കെങ്കിലും മൊബൈൽ ഫോൺ കൈമാറിയോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കുടുങ്ങിയിരിക്കുന്നത് സ്രാവല്ലെന്നും കൂടുതൽ പേർ ഇനിയും കുടുങ്ങുമെന്നും പൾസർ സുനി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കേസിൽ മറ്റുന്നതർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അതീവ രഹസ്യമായാണ് പോലീസ് കരുക്കൾ നീക്കുന്നത്. അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. ഹർജിയിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം നേരത്തെ പൂർത്തിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തികളുടെ അവകാശമാണെന്ന് കേരളവർമ്മ കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത്. മിത്തും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാനാകാത്തവരാണ് തനിക്കെതിരായ ഭീഷണിക്ക് പിന്നിൽ. അപകീർത്തികരമായ പ്രചാരണങ്ങൾക്കും ഭീഷണിക്കുമെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുമെന്നും ദീപ നിശാന്ത് പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തികളുടെ അവകാശമാണെന്നും ആശയപ്രകടനത്തെ എതിർക്കാൻ നഗ്നചിത്രത്തിൽ തലവെട്ടിച്ചേർത്ത് പ്രചരിപ്പിച്ചവരോട് സഹതാപമാണ് തോന്നുന്നതെന്നും ദീപ നിശാന്ത് പറഞ്ഞു. പരാതിയിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയൊക്കെ ആകുമ്പോൾ ഈ രീതിയിൽ ഒരു നഗ്നചിത്രം, അതിൻ്റെ മുകളിൽ എൻ്റെ തല, ഒരു ആർട്ടും മിത്തും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തിരിച്ചറിയാത്ത ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. ഹിന്ദുമത വിശ്വാസിയാണെന്നും മതത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന ആഗ്രഹമില്ല എന്നും വ്യക്തമാക്കിയ ദീപ നിശാന്ത് തനിക്കെതിരെ ഭീഷണി മുഴക്കുന്നത് ഹിന്ദുക്കളല്ലെന്ന വിശ്വാസമാണ് തനിക്കുള്ളതെന്നും പറഞ്ഞു. മതപരിവർത്തനമാണ് ഉദ്ദേശമെന്ന ആരോപണത്തെ ഗൗനിക്കുന്നില്ല.
ഞാൻ മുസ്ലിം മതപരിവർത്തനം നടത്താനായിട്ട് ഇരിക്കുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ. ഇവർക്ക് പിന്നെ ഈ രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ അല്ലേ അവർക്ക് അറിയുള്ളൂ. അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഈ സംവാദ മര്യാദ പാലിക്കാത്തുള്ള ഒരു വിമർശനങ്ങളെയും ഞാൻ ഗൗനിക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലടക്കം മാനസിക പിന്തുണ നൽകുന്നവർക്ക് ദീപാനിശാന്ത് നന്ദി പറഞ്ഞു. കേരളവർമ്മ കോളേജിൽ MF ഹുസൈന്റെ പെയിന്റിംഗ് സ്ഥാപിച്ച SFI നിലപാടിനെ അനുകൂലിച്ചതോടെയാണ് ദീപാനിശാന്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ പ്രചാരണം ശക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓണത്തിന് 7000 ടൺ അരി ആന്ധ്രയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ. ഓണത്തിന് 1500ഓളം ഓണച്ചന്തകൾ ആരംഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. വിലക്കയറ്റമില്ലാത്ത ഓണം ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഓണത്തിന് ആന്ധ്രയിൽ നിന്ന് 7000 ടൺ മേൽത്തരം ജയ അരി ഇറക്കുമതി ചെയ്യാനാണ് കേരളം ധാരണയിലെത്തിയത്. ഓണത്തിന് ശേഷവും സംസ്ഥാനത്തിന് ആവശ്യമായ അരിയും മുളകുമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആന്ധ്രാപ്രദേശ് കേരളത്തിന് നൽകും. ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലെത്തിക്കുക. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകൾ വഴി ഇവ ജനങ്ങളിലെത്തിക്കുമെന്ന് മന്ത്രി P. തിലോത്തമൻ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള അരി, നമുക്ക് ആവശ്യമുള്ള ഗുണമേന്മയുള്ള മുളക്, ഗുണ്ടൂർ മുളക്, അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ലഭ്യമാക്കാം. ഓണത്തിന് മാത്രമല്ല, മുഴുവൻ പീരീഡും നമുക്ക് ലഭ്യമാക്കാം. ആ ഉൽപ്പന്നങ്ങൾ അവർ കൃഷിക്കാരിൽ സംഭരിച്ച് അവരുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ച് നമുക്ക് നൽകും. കേരളത്തിന്റെ ശബരി ഉൽപ്പന്നങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും കയറ്റി അയക്കും. വിലക്കയറ്റമില്ലാത്ത ഓണം ഇത്തവണയും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. 1500ഓളം ഓണച്ചന്തകൾ ഇത്തവണ ഉണ്ടാകും. ഈ ഓണത്തിന് പഴയതുപോലെ തന്നെ മുഴുവൻ പ്രദേശങ്ങളിലും ഓണച്ചന്തകൾ ഞങ്ങൾ കണക്കാക്കുന്ന 1400 ഓണച്ചന്തകൾ ഇത്തവണ ഞങ്ങൾക്ക് ആരംഭിക്കണം എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ ഒരുക്കങ്ങളും അതിനുവേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. റേഷൻ കാർഡിലെ അനർഹരെ ഒഴിവാക്കുന്ന നടപടി അവസാന ഘട്ടത്തിലാണെന്നും കുറ്റമറ്റ പട്ടിക തയ്യാറാക്കി ധാന്യവിതരണം നടത്തുമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രായപൂർത്തിയാകാത്ത 2 ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പൂജാരി അറസ്റ്റിൽ. കഴക്കൂട്ടത്താണ് സംഭവം. കഴക്കൂട്ടം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ യുവാവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശി ശ്രീകാന്തിനെയാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ വേനലവധി കാലത്ത് ശ്രീകാന്തിന്റെ അയൽവാസികളായ വിദ്യാർത്ഥികളെ വീട്ടിൽ വിളിച്ചു വരുത്തി നീലചിത്രങ്ങൾ കാണിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കുകയായിരുന്നു. ആദ്യം ഒരാൺകുട്ടിയെ പീഡിപ്പിച്ച ശ്രീകാന്ത് മധുരപലഹാരങ്ങൾ വാഗ്ദാനം നൽകിയാണ് മറ്റൊരു കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. സ്കൂൾ തുറന്ന ഘട്ടത്തിൽ കുട്ടികളിലുണ്ടായ മാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ഇവർ കുട്ടികളെ കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തപ്പോഴാണ് കുട്ടികൾ തങ്ങൾക്ക് നേരിട്ട പീഡനങ്ങൾ വിശദീകരിച്ചത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നഗരത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന് തുല്യനീതി ഉറപ്പാക്കാൻ കൊല്ലം കോർപ്പറേഷൻ രംഗത്ത്. ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിലെത്തിക്കാൻ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ഇവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കും. ഇതിന്റെ ആദ്യഘട്ടമായി കുടുംബശ്രീ അയൽക്കൂട്ടം രൂപീകരിച്ചു. ദേശീയ നഗര ഉപജീവന മിഷന്റെ സാമൂഹിക സംഘാടനത്തിൽപ്പെടുത്തി കുടുംബശ്രീ രൂപീകരിക്കുന്ന ജില്ലയിലെ ആദ്യ സ്പെഷ്യൽ അയൽക്കൂട്ടം യാഥാർത്ഥ്യമായി. കോർപ്പറേഷൻ പരിധിയിലുള്ള 12 ട്രാൻസ്ജെൻഡേഴ്സാണ് അയൽക്കൂട്ടത്തിൽ അംഗങ്ങളായത്. കൊല്ലം മേയർ അഡ്വക്കേറ്റ് രാജേന്ദ്രബാബു യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. അവർക്ക് മറ്റ് വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ടും അവരുടെ സമ്പാദ്യശീലം വളർത്താനും അവർക്ക് നല്ല ജീവിത ഉപാധി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രോജക്ട്സുകൾ ഞങ്ങൾ ഈ നഗരസഭയുടെ പ്രോജക്ട്സുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദ്യ ഭാഗമെന്നുള്ളതിലേക്കാണ് ഇങ്ങനെ ഒരു കുടുംബശ്രീ പ്രസ്ഥാനം. അതിൽ അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഇന്നവർ രൂപീകരിക്കുന്ന കുടുംബശ്രീയുടെ പേര് സഹജി എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കണമെന്നാണ് ഉദ്ദേശം. തങ്ങൾക്കായുള്ള പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് യൂണിറ്റ് സെക്രട്ടറി ഹേമ പറഞ്ഞു. ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ജോലി നേടാനും ഒക്കെ ഇതൊരു വലിയ ഉപകാരമായിരിക്കുമെന്ന് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഇതെങ്ങനെ നടക്കാൻ പോലും ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റിയത്. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളുടെ ഭാഗമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. കാർഷിക കർമ്മസേനയിൽ കൃഷിയോട് താൽപര്യമുള്ളവരെ ഉൾപ്പെടുത്തും. പൊതുസമൂഹത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ഉൾവലിയുന്ന രീതിക്ക് അറുതി വരുത്തുകയാണ് ലക്ഷ്യം. കോർപ്പറേഷൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിനായി പ്ലാൻ ഫണ്ടിൽ 5.5 ലക്ഷം രൂപ വകയിരുത്തി. ലവ് ആൻഡ് ആർട്ട് സൊസൈറ്റി അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീ രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റൽ സൗകര്യം ആവശ്യപ്പെട്ട് കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാല വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം ശക്തമായി തുടരുന്നു. ക്യാമ്പസുകൾ അടച്ചിട്ടാണ് സർവകലാശാല അധികൃതർ സമരം നേരിടുന്നത്. വിദ്യാർത്ഥി സമരത്തിന് CPIM-ഉം വിവിധ വിദ്യാർത്ഥി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചു. സീറ്റുകൾ വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടുകയും കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് പ്രവർത്തിപ്പിച്ചിരുന്ന ഹോസ്റ്റലുകൾ നിർത്തലാക്കുകയും ചെയ്തതോടെയാണ് കാസർഗോഡ് ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ താമസ പ്രശ്നം രൂക്ഷമായത്. പെരിയ ക്യാമ്പസിലെ നിലവിലുള്ള ഹോസ്റ്റലുകളിൽ നാമമാത്രം വിദ്യാർത്ഥികൾക്കാണ് താമസ സൗകര്യം. പുതിയ ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണത്തിനും നടപടിയില്ല. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ സമരത്തിന്റെ മോഡ് ഓഫ് പ്രൊട്ടസ്റ്റ് മാറ്റുക, അതായത് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതി യൂണിവേഴ്സിറ്റി അടച്ചിട്ടു. അപ്പം ഇന്നു മുതൽ ഞങ്ങൾ സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് പഠിച്ചു തന്നെ സമരം ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽസ് ആണ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരും സർവകലാശാല അധികൃതരും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മാനവശേഷി വകുപ്പിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഈ സർവകലാശാലയിൽ ഹോസ്റ്റൽ വേണമെന്ന വിദ്യാർത്ഥിയുടെ ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തെ അധികൃതർ അവഗണിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യം അംഗീകരിക്കാൻ വിദ്യാർത്ഥി പ്രക്ഷോഭരുമായി സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ്. വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടും, അതിനാണ് അവർക്ക് മുൻഗണന. അപ്പോൾ ആ മുൻഗണന ഉപേക്ഷിക്കണം. വിദ്യാർത്ഥികളുടെ ഈ ന്യായമായ പ്രശ്നം പരിഹരിക്കാനുള്ളതാണ്. സമരം 4 നാൾ പിന്നിട്ടെങ്കിലും പ്രശ്നപരിഹാരത്തിന് നടപടിയായിട്ടില്ല. ഗവേഷണ വിദ്യാർത്ഥികൾ ഇപ്പോൾ PG വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത് മാതൃകാ പ്രതിഷേധ സമരം നടത്തുകയാണ്. SFI, KSU തുടങ്ങിയ സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറത്ത് വീണ്ടും ലഹരിവേട്ട. DJ പാർട്ടികളിൽ ഉപയോഗിക്കുന്ന LSD-യുടെ 14 സ്ട്രിപ്പുകളുമായി മലപ്പുറം വളാഞ്ചേരി സ്വദേശി പിടിയിൽ. നാർക്കോട്ടിക് എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. വളാഞ്ചേരിയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതിയെ കുടുക്കാനായത്. ജില്ലയിൽ ലഹരി പെരുകുന്നുവെന്ന വിവരത്തെ തുടർന്നുള്ള ജാഗ്രതയിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഗോവയിൽ നിന്നാണ് പിടിയിലായ വളാഞ്ചേരി സ്വദേശി മുഹമ്മദ് സാദിഖ് LSD മലപ്പുറത്തെത്തിച്ചത്. 14 സ്ട്രിപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഒരു സ്ട്രിപ്പിന് 3000 രൂപയ്ക്ക് മുതലാണ് കൈമാറുന്നത്. മലപ്പുറത്ത് ആദ്യമായാണ് LSD പിടികൂടുന്നതെന്ന് നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റാമ്പിൻ്റെ 4/1 ഭാഗം മാത്രം ഉണ്ടാകും. അത് ഇളക്കി നമ്മുടെ നാവിനടിയിലോ നാവിന് മുകളിലോ വെച്ച് പതുക്കെ ലയിപ്പിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം ലക്ഷ്യമിടുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടും വിപണനം നടത്തുന്ന ശൃംഖലയിലെ കണ്ണിയാണ് പിടിയിലായ സാദിഖ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.